ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമൃതയും ഋതുവും കൂടെ ഇന്ന് പോർച്ചസ്റ്റർ കാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റിൽ നിന്ന് ട്രെയിൻ കയറി പോർച്ചസ്റ്ററിൽ ഇറങ്ങുക, അവിടെ നിന്ന് 20 മിനിറ്റ് നടക്കുക. ബസ്സിലും വരാൻ പറ്റും. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ വന്നു, അതാണ് ഞങ്ങൾക്ക് ലാഭം. ഇത് ചുമ്മാ ഒരു ഡെയിലി വ്ളോഗാണ്, ഇഷ്ടമുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടോട്ട് എത്തിയിട്ടുണ്ട്. ഇനി പോയി ടിക്കറ്റ് എടുക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഇവിടെ ഫുൾ പണി നടക്കുക. എനിക്ക് ഞാൻ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റില്ല, ഇവിടെ എന്തോ വർക്ക് കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര നോയ്സാണ്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ആപ്പ് വഴി എടുക്കാൻ പറ്റും. ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം എന്നോർത്ത് തന്നതാണ്. വേറെ ഇതിൻ്റെ വ്ളോഗ് അന്മാർ. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിച്ചു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല, ഭയങ്കര സൗണ്ട്. ഇവളെ കണ്ട് നിങ്ങൾക്ക് രശ്മിക മന്ദനയുടെ കട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ രശ്മിക മന്ദന് ഒന്നും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇനി അവിടെ ഇറങ്ങിയിട്ട് പിന്നെയും നടക്കണം എന്ന് ഓർക്കുമ്പോഴാണ് വയ്യാത്തത്. കുഴപ്പമില്ല, പോയി കണ്ടിട്ടൊക്കെ വരാം. അങ്ങനെയല്ല, ഞാൻ കുറച്ച് ദൂരെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നടക്കാം. നീ പറഞ്ഞിങ്ങനെ നടക്കും. എന്നിട്ട് അത് അവളിങ്ങനെ നടക്കും, ഞാൻ എങ്ങനെ നടക്കണം? അവളാണ് ഞാൻ ഇങ്ങനെ നടക്കും, നീ അങ്ങനെ നടക്കുന്നു പറഞ്ഞോ. അടിപൊളി സ്ഥലം വേണ്ട. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ പോർച്ചസ്റ്റർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടോ പോകണം. മാപ്പിട്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഋതുവിൻ്റെ വ്ളോഗുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണ് ഗൈസ്. അവിടെ രണ്ടൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ അറിയാത്ത പോലെ ഇവളുടെ വീഡിയോ എടുക്കാൻ ഇവള് തന്നെ പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇവളാണ് പറഞ്ഞു ഇവിടെ അറിയാത്ത പോലെ വീഡിയോ എടുക്കാൻ. അയ്യോ, അല്ല ശരിയല്ലേ, വിൻ്റർ ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. സമ്മറിലോട്ട് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭയങ്കര സ്ട്രോങ് റേസാണ് അടിക്കുന്നത്. പെട്ടെന്ന് ടാൻ അടിക്കും. നാട്ടിലത്ര ചൂടായി വരുന്നേ ഉള്ളെങ്കിലും ടാൻ അടിക്കുന്നതിൽ നാട്ടിലേക്കാളും സ്പീഡുണ്ട്. ഭയങ്കരമായിട്ട് ടാനാവും. പക്ഷെ കുഴപ്പമില്ല, ആകെ കണ്ട് 2-3 മാസത്തെ സമ്മർ എൻജോയ് ചെയ്യാൻ വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ വിചാരിക്കും വ്ളോഗ് കറക്റ്റായിട്ട് എടുക്കണം, വീഡിയോ ഇടണം. പക്ഷെ ഒന്നും നടക്കാറില്ല. ഇവളൊന്നും അറിയാത്ത പോലെ നടക്കണം നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ അല്ല, ഇവർക്ക് അറിയാം. പറയുക ഞാൻ അറിയാത്ത പോലെ എൻ്റെ വീഡിയോ എടുത്തോളാം അല്ലേ? അയ്യോ, ഋതുവിനെ നിങ്ങൾ കാണാൻ കിട്ടത്തെ പറഞ്ഞല്ലോ. ഋതു വ്ളോഗ് എടുത്തോണ്ട് ഫ്രണ്ടിൽ പോവാണ്. അതാണ് ഋതുവിനെ ഇതിൽ കാണാനില്ലാത്ത. ഇല്ല ഋതു ഏത് ഞങ്ങൾ നടന്നിട്ട് എത്തുന്നില്ല ഗൈസ്. ഇത് അടുത്തൊരു ഫോട്ടോഷൂട്ടിലാണ്. ഇതോ കണ്ടോ ഗൈസ്, ഇവള് പറഞ്ഞ ക്യാസിൽ സന്തോഷമായിട്ട് കണ്ടിട്ട്. ഞങ്ങൾ കാണാൻ വന്ന ക്യാസിൽ കണ്ട് നിങ്ങൾ ഞെട്ടും. അനാവശ്യമായൊരു വ്ളോഗും എടുത്ത് ഒരു ഇതുമില്ല. പിന്നെ കുഴപ്പമില്ല, പണ്ടത്തെ ഓർമ്മകളാണല്ലോ, ഹിസ്റ്ററിക്കൊക്കെ പ്രാധാന്യം ഉണ്ടല്ലോ എന്നോർത്ത് നമുക്കിത് സമാധാനിക്കാം. അത്രയുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തോട്ടൊരു അഞ്ചുതെങ്ങ് കോട്ട നിനക്കറിയാമോ ഋതു? ട്രിവാൻഡ്രത്തുള്ള അഞ്ചുതെങ്ങ് കോട്ട അറിയാമോ? അതിൻ്റെ ഒരു കട്ട്.
ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ പരന്ന് കിടക്കുന്ന മര്യാദക്കപ്പുറത്തുള്ള പാർക്കിൽ പോയാൽ മതിയായിരുന്നു. സെൻറ് മേരീസ് പാർക്കിൽ പോകുന്നതിന് പകരം ഇറങ്ങി വന്നതാണ്. കുഴപ്പമില്ലല്ലേ, എല്ലാ സ്ഥലത്തെയും ഒരു പ്രാധാന്യങ്ങളുണ്ടല്ലോ. കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ പോവാം. ഹലോ ഗൈസ്, ദാണ്ട് ഞങ്ങളുടെ സ്പിന്നൊക്കെ ടവർ ഇരിക്കുന്നു. ഈ കാസിലിൻ്റെ പുറകെ കടലും ഉണ്ട് ഗൈസ്. കടൽ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് സ്പിനാക്ക് ടവറും കാണാൻ പറ്റും. ശരിക്കും പിന്നെ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇത് പുരാതന കാലത്തെ ഒരു കൊട്ടാരമാണല്ലോ, അതിൻ്റെതായ രീതിയിലുണ്ട്. നമുക്ക് ഈ മറ്റേ കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള വെള്ളക്കെട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് അവരിപ്പോൾ ഫില്ല് ചെയ്യാൻ നോക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പഴയ ഒരു കാസിൽ, അത്രേ ഉള്ളൂ. ചുമ്മാ കണ്ടിരിക്കാം, വലിയ നഷ്ടമില്ല, വലിയ ലാഭവും ഇല്ല. എങ്ങനെ വന്നതാ? അയ്യടാ, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ് ഫ്ലാറ്റിൽ. ബൈ ഗൈസ്, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ.